ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഗോവയായിട്ട് തോറ്റു ഗൈസ്. ഹോം മാച്ചിൽ അടുത്ത തോൽവി, ഒരു വിജയത്തിന് ശേഷം അടുത്ത തോൽവി. ഒന്നും പറയില്ല ഗൈസ്. ഗോവ അത്രയും ടഫ് ടീമായിരുന്നു. ഡിഫൻസും നല്ല പവറായിരുന്നു. നമുക്ക് ആദ്യത്തെ കുറച്ച് ചാൻസ് കിട്ടി, എന്നാലും അതിലൊന്നും നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഇത് പറയണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ ഗൈസ്. അതൊരു വല്ലാത്തൊരു തോൽവിയായിപ്പോയി. അത് 40-ാം മിനിറ്റിൽ ബൊറോസിങ്ങിൻ്റെ ഒരു ഗോൾ. അത് സത്യം പറഞ്ഞാൽ അത് ഗോളാണ്. അത് ഗോളി പോലും വിചാരിച്ചു, സച്ചിൻ പോലും വിചാരിച്ചില്ല അത് ഗോളാവുമെന്ന്. എന്നിട്ടും അത് തട്ടി ഗോൾ കയറി. എന്നിട്ടും അവർ ലോങ് ബോളിൽ നല്ല ഷൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്തതാണ്. പക്ഷേ നടന്നില്ല ഗൈസ്. നോവ ഇത്ര ശക്തിയായി കളിച്ചില്ല ഗൈസ്. കാരണം പാസുകളെല്ലാം അവിടെ ഡിഫൻസിലോട്ട് എത്തുമ്പം തന്നെ ബോറോസിങ് എല്ലാം വന്ന് അടിച്ച് കളയും. ഒരു അറ്റാക്കിങ്ങിലോട്ട് പോയില്ല സത്യം പറഞ്ഞു. പിന്നെ ഡിഫൻസിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകൾ എല്ലാവരെയും പരീക്ഷിച്ചു. നമ്മളെ കോച്ച് എല്ലാവരെയും പരീക്ഷിച്ചിട്ടും ഒരു ഗോളും അടിക്കാൻ പറ്റില്ല ഗൈസ്. 0-1 ഇന്നത്തെ മാച്ച് ഡിഫീറ്റായി. അടുത്ത മാച്ച് ഇതിനേക്കാളും ടൈറ്റാണ് ഗൈസ്. ഡിസംബർ 14-ാം തീയതി മോഹൻ ബഗാനുമായിട്ടാണ്. എന്താവുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. കാരണം ഒരു ഹോം മാച്ച് ആയിരുന്നു. കഴിഞ്ഞ ഹോം മാച്ച് ചെന്നൈയായിട്ട് നമ്മൾ 3 ഗോൾ അടിച്ച് ജയിച്ചിട്ട് ഇന്നത്തെ മാച്ച് വല്ലാത്തൊരു തോൽവിയായി പോയി. പക്ഷേ അത് നമ്മളെ മിസ്റ്റേക്കിൽ നിന്നാണ് അവർ ഗോൾ അടിച്ചത്. അതാലും കേരളത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് ഒരു ഗോൾ അടിച്ചു. അത് ബോറോസിങ് അടിക്കണമെങ്കിൽ അടിക്കട്ടെ. ഒരവസരം കിട്ടി ചുമ്മാ അടിച്ചത്. അത് നേരെ ഗോൾ പോസ്റ്റ്. കളികളുടെ എല്ലാവർക്കും അറിയാം അത് ഗോൾ. അതെങ്ങനെ കേരളത്തിന് ഭാഗ്യമില്ല. എല്ലാം പോസ്റ്റ് തട്ടി പോകുന്നു. ഒരു ഗോളും അവസാനത്തെ 90-ാമത്തെ മിനിറ്റ് ഫ്രീ കിക്ക് കിട്ടിയതാണ്. ലൂണ അടിച്ച് നേരെ അത് ഗോള് കയറിയില്ല. എന്ത് പറയാൻ ഗൈസ്, ഒരു വല്ലാത്തൊരു തോൽവിയായിപ്പോയി. ഇത് ഞാൻ പറഞ്ഞ കണക്ക് 14-ാം തീയതി മോഹൻ ബഗാനുമായിട്ട് അത് നല്ല മാച്ചായിരിക്കും ഗൈസ്. ഇതിനേക്കാളും ശക്തിയായ, കാരണം ഗോവൻ ഡിഫൻസ് ഒരു രക്ഷയില്ല. കേരളത്തിന് അറ്റാക്കിങ്ങിലോട്ട് പോകാനേ പറ്റുന്നില്ല. ഒരു ലോങ് ബോൾ പാസ് പോലും കേരളം കളിച്ചില്ല സത്യം പറഞ്ഞു. ഫസ്റ്റത്തെ 2 മിനിറ്റ് 3 മിനിറ്റാണ് കളിച്ചത്. അതിൽ ഗോൾ അടിക്കാൻ പറ്റിയതുമില്ല. പിന്നെ അതിനുശേഷം ഒന്നും നടക്കണില്ല ഗൈസ്. കാരണം ഭാഗ്യമില്ല. എന്ത് പറയാൻ, പൊരുതി തോറ്റെന്ന് പറയാം. എന്നാലും കഴിഞ്ഞ ചെന്നൈയായിട്ട് കളിച്ച അത്ര പോലും ഇന്ന് കളിച്ചില്ല. ആരും ഇത്രയ്ക്കും നല്ല ഊർജ്ജമായിട്ട് കളിച്ചില്ല ഗൈസ്. കാരണം ചെന്നൈയായിട്ട് അത്രയും നല്ല കളിയാണ് കളിച്ചത്. എന്നിട്ടും ഇന്ന് ഗോവയായിട്ട് നമ്മൾ ഹോം മാച്ചിൽ വീണ്ടും തോറ്റു. ഇനി നമുക്ക് ഡിസംബർ 14-ാം തീയതി കാണാം പുതിയൊരു മാച്ച്, കേരള വേഴ്സസ് മോഹൻ ബഗാൻ. അതിൽ ജയിക്കുമോ? കാരണം ഇന്ന് ജയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരും ആഗ്രഹം. പക്ഷെ എന്നാലും നടന്നില്ല ഗൈസ്. കാരണം അത്രയ്ക്കും ശക്തരായ ടീമായിരുന്നു. കഴിഞ്ഞ വർഷം 4-2 തോൽപ്പിച്ചതാണ് ഗോവേനെ. പക്ഷെ ഇന്ന് ഈ തവണ 1-0, അതും കേരളത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്നും ഗോൾ അടിച്ചാണ് ഗോവ ജയിച്ചത് ഗൈസ്. കാരണം ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ. ഒന്നും പറയില്ല ഗൈസ്. ഇപ്പോൾ 14-ാം തീയതി കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.